ഇനിയിപ്പം അടുത്ത വർഷം 350 സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അഡ്വഞ്ചർ സീരീസിനെ എന്നൊക്കെ പറയുന്നുണ്ട് വില. ബട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി നല്ലൊരു ഒരു മേജർ അപ്ഡേറ്റ് വേണമെന്ന് ഇങ്ങനെ മനസ്സിൽ കുറേ നാളുകൊണ്ട് പറയുകയാണ്. സോ നല്ല കൺഫ്യൂഷനിലാണ്. നിങ്ങൾ എന്നെ ഒന്ന് നല്ലോണം ഹെൽപ്പ് ചെയ്യണം. ചിന്തിച്ച് നോക്കിയ സമയത്ത് ഈ സ്ട്രോക്ക് അണ്ടർ റേറ്റഡാന്ന് പറയുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിശൂന്യതയാണ് പറയുന്നത്. ബി-സ്ട്രോം അണ്ടർ റേറ്റഡ് ആവാൻ കാരണം അതിൻ്റെ കമ്പനി തന്നെയാണ്. ഈവൻ ആക്സസിൽ കൊടുത്തേക്കുന്ന TFT ഡിസ്പ്ലേ എങ്കിലും ആ വണ്ടിക്ക് കൊടുത്ത് ഒരുപാട് നാളുകൊണ്ട് ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏത് വണ്ടി വാങ്ങണം? ഒരു ബൈക്ക് ഭ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് പല വണ്ടികൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി ഞാൻ എത്ര റിവ്യൂ ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന എത്രയോ വണ്ടി ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നു. സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങാൻ വരുന്ന സാഹചര്യത്തിൽ സ്റ്റിൽ നമ്മൾ ആരാണെങ്കിലും കൺഫ്യൂസ്ഡ് ആവും. തീർച്ചയായിട്ടും ഒരു ഐഡിയ ഉണ്ട് ഏത് വണ്ടി എടുക്കണമെന്നുള്ളതിൽ. പക്ഷേ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളും പണ്ട് തൊട്ടുള്ള ഓരോ എന്താ പറയുക ഇഷ്ടങ്ങളും ആ ഒരു വണ്ടി ഏതെടുക്കണമെന്നിങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രണ്ട് വണ്ടികളാണെന്നറിയാം? RTX 300 KTM ADV 390 തമ്മിൽ ഞാൻ ഭയങ്കരമായി കൺഫ്യൂസ്ഡാണ്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് പറയുന്നത് RTX എടുക്കാൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ADV 390 ആണ് നിൽക്കുന്നത്. ഇത് രണ്ടും എടുക്കുന്നതിൽ ഒരെണ്ണം എടുക്കുന്നതിൽ വലിയ വെല്ലുവിളിയുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ RTX 300 എടുക്കാനാണ് എനിക്ക് താല്പര്യം. അതായത് വാല്യൂ ഫോർ മണിയാണ് തീർച്ചയായിട്ടും. ആ ഒരു വിലയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അഡ്വഞ്ചർ ടൂറർ തന്നെയാണ്. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയൊരു വാല്യൂ ഫോർ മണി ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതൊരു സെഗ്മെൻറ്റ് 300cc സെഗ്മെൻറ്റിൽ മൊത്തത്തിൽ എടുത്തു നോക്കിയാലും അത്രയും നല്ലൊരു ടെക്കും അത്രയും നല്ലൊരു വാല്യൂം തരുന്ന വേറൊരു വണ്ടിയില്ല. പക്ഷേ അഡ്വഞ്ചർ 390 എക്സിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു ഡ്രീം ബ്രാൻഡ് എന്ന് പറയുന്നത് KTM ആണ്. KTM എടുക്കുക, അവരുടെ ആ ഒരു ലെഗസിയും അവരുടെ ആ ഒരു പാഷനും ആ ഒരു അഗ്രഷൻ അഡ്രിനാലിൻ റഷും ഒക്കെ ആ ഒരു എല്ലാത്തിലുപരി ആ ഒരു ഓറഞ്ച് കളറും ഒക്കെ ഒരു വികാരമാണ്. വല്ലാത്തൊരു വികാരമാണ് KTM. ഒരിക്കലും KTM Duke 200 എടുക്കാൻ പോയിട്ട് കിട്ടാത്തതിൻ്റെ ഒരു നിരാശയുണ്ട്. ഇനിയെങ്കിലും സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുമ്പം ആ ഒരു നിരാശ വരരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും ആ ഒരു വണ്ടിയുടെ പ്രൈസ് വളരെ ഓവറായതുകൊണ്ടും ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ്. ഒരു സൈഡിൽ 2.5 ലക്ഷത്തിന് താഴെ 300cc 36 bhp TVSനെ പോലുള്ള നല്ലൊരു ബ്രാൻഡ്, ഡുവൽ ജാക്കറ്റ് കൂളിങ്ങും ഡുവൽ ഓയിൽ പമ്പും ഡുവൽ ഓവർ ഹെഡ് എന്താ പറയണ്ടേ ക്യാമും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാസ്മ കോട്ടഡ് ആയിട്ടുള്ള ആ ഒരു എൻജിനും എല്ലാത്തിലുപരി TVSൻ്റെ ആയിട്ടുള്ള അഫോർഡബിലിറ്റി എല്ലാം കൂടെ എനിക്ക് ആ ഒരു വണ്ടി എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ TVSൻ്റെ ആ ഒരു RTX. അതേസമയം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വികാരം ഇനി എത്ര വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ലെഗസിയുടെ കാര്യത്തിൽ ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ ഡക്കാർ റാലി ലുക്കിൻ്റെ കാര്യത്തിൽ ആ ഒരു വണ്ടി KTM 390X എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വണ്ടി. പക്ഷേ 4,30,000 രൂപ എന്ന് പറയുമ്പം ഇച്ചിരി കൂടുതലാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത വർഷം 350 സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അഡ്വഞ്ചർ സീരീസിനെ എന്നൊക്കെ പറയുന്നുണ്ട് വില കുറയ്ക്കാനായിട്ട്. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. 390cc എൻജിൻ തന്നെ വേണമെന്നൊന്നും എനിക്കില്ല. ആ KTM എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആ ഒരു ലെഗസിയും ക്വാളിറ്റിയൊക്കെ കിട്ടിയാൽ മതി. ഈ അടുത്തിടയ്ക്കായിട്ട് ഒരുപാട് ഇഷ്യൂസ് ആ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് താനും. RTX ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടൊന്നും റിപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല. വണ്ടി ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വണ്ടി, പല ആൾക്കാർക്കും. സോ അതുമാത്രമല്ല RTXന് മൈലേജിൻ്റെ കാര്യത്തിൽ ഏകദേശം ഹൈവേസിലൊക്കെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷം എനിക്കിപ്പോഴും അറ്റ് പ്രസൻറ്റിൽ ഒരു 32-ന് മുകളിലോട്ടൊന്നും RTXന് മൈലേജ് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അഡ്വഞ്ചർ 390യും ഒരു 90-ലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 30 വരെയൊക്കെ കിട്ടുമെന്ന് പറയുന്നതാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാര്യം നാളെ പോയി വണ്ടി വാങ്ങാൻ വേണ്ടിയല്ല, ഒരു വണ്ടി ഒന്ന് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ആ വണ്ടി വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു വണ്ടി എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ R15 ആണ് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വണ്ടി. അതിനുശേഷം സെയിൽസിനായിട്ട്
പല വണ്ടികളും നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്യൂക്ക് 200, NS 200, ഡൊമിനാർ ഈവൻ എല്ലാം നമ്മൾ അത്യാവശ്യം വണ്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ ഒരു വണ്ടി സ്വന്തമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ എക്സ്പൾസും FC ഒക്കെ നമുക്കുണ്ട്. പക്ഷേ എക്സ്പൾസ് ഹീറോ തന്ന വണ്ടിയാണ്. അത് ഏത് നിമിഷവും അവർ തിരിച്ച് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും നമുക്ക് നമ്മുടെ വണ്ടി അല്ലല്ലോ. ഞാൻ ഒരുപാട് ഉപയോഗിച്ചു ആ ഒരു വണ്ടി. 20,000 കിലോമീറ്റർ എക്സ്പൾസ് തന്നെ ഉപയോഗിച്ചു. അതൊരു ടൂററായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ നമുക്ക് ടൂർ ചെയ്യാൻ സാധിക്കും. ബട്ട് അഡ്വാൻസ്ഡായിട്ട് ഇനി ഒരു മേജർ അപ്ഡേറ്റ് വേണമെന്ന് ഇങ്ങനെ മനസ്സിൽ കുറേ നാളുകൊണ്ട് പറയുകയാണ്. സോ നല്ല കൺഫ്യൂഷനിലാണ്. നിങ്ങൾ എന്നെ ഒന്ന് നല്ലോണം ഹെൽപ്പ് ചെയ്യണം. എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒരു ബിഗിനറാണ് നിങ്ങൾ, വാല്യൂ ഫോർ മണിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതർ ദാൻ ADV 390 RTX തന്നെയാണ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. കാര്യം ഒരു 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് ADV 390ക്ക് വരുന്നത്. എന്നാൽ RTXന് വരുന്ന ഏകദേശം അതേ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ADVയിലും വരുന്നത്. സോ ബുദ്ധിയുള്ള ചിന്തിക്കുമ്പോൾ RTX എടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൈൻഡിൽ ADV 390 ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. അത്രയ്ക്ക് എനിക്കൊരു വികാരമായി കിടക്കുകയാണ്. സോ നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ 350 ഇറങ്ങുന്ന സമയത്ത് എടുക്കാം, അല്ലെങ്കിൽ 350 ഇറങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഒരു 1 lakh 1.5 lakh കുറയാൻ ചാൻസ് ഉണ്ട് ഒറ്റയടിക്ക് തന്നെ. GSTയും പ്രൊഡക്ഷൻ കോസ്റ്റും എല്ലാം കൂടെ താഴ്ത്തി ഒരു 1.5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ മാസീവ് ഹിറ്റ് ആയിരിക്കത്തില്ലേ. അന്നേരം ഞാൻ ഈ വണ്ടി RTX എടുത്തതിൽ ഞാൻ റിഗ്രറ്റ് അടിക്കുമോ എന്നുള്ള ഡൗട്ടിലാണ്. സോ രണ്ടും മികച്ച വണ്ടികൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ V-Strom ഒക്കെ കയറി വന്നു 250 പരയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി. ചിന്തിച്ച് നോക്കിയ സമയത്ത് V-Strom അണ്ടർ റേറ്റഡാന്ന് പറയുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിശൂന്യതയാണ് പറയുന്നത്. V-Strom അണ്ടർ റേറ്റഡ് ആവാൻ കാരണം അതിൻ്റെ കമ്പനി തന്നെയാണ്. ഈവൻ ആക്സസിൽ കൊടുത്തേക്കുന്ന TFT ഡിസ്പ്ലേ എങ്കിലും ആ വണ്ടിക്ക് കൊടുത്ത് ഒരു 150 or 170 എങ്കിലും ട്രാവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി പുല്ലുപോലെ വിറ്റ് പോകും. വാല്യൂ ഫോർ മണി നമുക്ക് പറയാൻ പറ്റും. ഇത് ഒരു ഫീച്ചറും ഇല്ല, ഒരു കഥയും ഇല്ല, അണ്ടർ പവേഡ് ആയിട്ടുള്ളൊരു വണ്ടി. ഈ കമ്പയർ ടു RTX അത് അണ്ടർ റേറ്റഡാന്ന് പറയുന്നത് വളരെ ശുദ്ധ പൊട്ടത്തരമാണ്. മേ ബി അത് റിലയബിൾ ആയിരിക്കാം, പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ വന്ന കാലത്ത് LCD ഡിസ്പ്ലേയും ഡുവൽ ചാനൽ ABS മാത്രം കൊടുത്തതുകൊണ്ട് ഒന്നും ആവത്തില്ല. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് ഒരുപാട് ചെയ്യാം. എന്നെപ്പോലെ ഒരുപാട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് എനിക്കറിയാം. കമൻറ്റ് ചെയ്യും.